നിങ്ങളാരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി പലഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് പുട്ടാണെന്ന് തോന്നുന്നോ? ഉപ്പുമാവാണെന്ന് തോന്നുന്നോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായാലും ഇതുണ്ടാക്കുന്ന രീതി പുട്ടുപോലെയാണെങ്കിലും കഴിക്കുമ്പോൾ ഇത് പുട്ടിൻ്റെ ടേസ്റ്റ് അല്ല, വളരെ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസും കൂടിയൊക്കെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് എടുത്തിരിക്കുന്നത് പുട്ടുപൊടി തന്നെയാണ്. 1.5 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഈ പുട്ടുപൊടിയാണ്. ഒരു തരിയുള്ള പുട്ടുപൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു 3 പേർക്ക് 4 പേർക്ക് കഴിക്കാം. എന്നാൽ നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ 3 പേർക്ക് കഴിക്കുവാൻ ഉള്ള രീതിയിലാണ് ഞാനിപ്പോൾ 1.5 കപ്പ് പുട്ടുപൊടിയാണ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതുപോലെ 1 സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി, ഉപ്പെല്ലായിടത്തും ചെല്ലുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇത് തരിപ്പുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഡ്രൈ ആയിട്ട് തന്നെ വരും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. തരിപ്പുട്ടാണെങ്കിൽ അത് കട്ട പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ കുഴച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി കട്ട പിടിക്കുകയാണെങ്കിൽ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കട്ടയൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. മിക്സിയിലിട്ട് ഒന്ന് കറക്കേണ്ട കാര്യമൊന്നുമില്ല തരിപ്പൂട്ടിന്. മറ്റേ തരിയില്ലാത്ത പുട്ടാണെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഞാൻ ആ പുട്ടുപൊടി കുഴച്ച് വെച്ചു. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുത്ത് പൊട്ടിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ കടുക് പെട്ടെന്ന് പൊട്ടിക്കിട്ടത്തില്ല. ഇപ്പോൾ ഞാൻ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക്, ഒരു ടീസ്പൂണോളം കടുകിട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ നുറുക്കിയിട്ട് കൊടുത്തു. ഇനി അതൊന്ന് നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു സവോള, ഒരു വലിയ സവോള ഇത് ഈ ഒരു രീതിയിൽ അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. ഈ സവോള നന്നായിട്ടൊന്ന് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടണം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നന്നായിട്ട് ഒരു സോഫ്റ്റായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾക്ക് അതിനകത്തേക്ക് തേങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഇടുന്നത് ഒരു 1/4 കപ്പോളം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തത്. നമ്മൾ സവോള നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തു. അതിനുശേഷം ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ, അങ്ങനെ ഒത്തിരി അത് ഒന്നും വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. ക്യാരറ്റ് പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പം ക്യാരറ്റ് ഇട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി അവിടെ ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പുട്ടുപൊടി നോക്കാം. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ക്യാരറ്റിൻ്റെയും സവോളയുടെയൊക്കെ കൂട്ട്, മുരിച്ച് വെച്ച തേങ്ങയും അതുപോലെ തന്നെ സവോളയും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം കൂടി മുരിച്ച് വെച്ചത് ഞാൻ ആ പുട്ടിൻ്റെ പൊടിയിലേക്ക്, പുട്ടിനായിട്ട് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ആ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തു.
ഇതാണ് മക്കളെ, ഇതിടുമ്പോഴാണ് വളരെ ടേസ്റ്റാണ്. നമ്മൾ ക്യാരറ്റ് ഇട്ട് നമ്മൾ ഉണ്ടാക്കി കാണും, പക്ഷേ ഇതുപോലത്തെ ഒരു മസാലയും കൂടി ചെല്ലുമ്പോൾ ആ ചില്ലി ഫ്ലെക്സിൻ്റെയൊക്കെ ആ എരിവും ഒക്കെ കൂടി ആകുമ്പോഴും വളരെ ടേസ്റ്റാണ്. നമ്മളത് കടുകൊക്കെ താളിച്ച് വേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കിതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. നമ്മൾ ഈ ഒരു രീതിയിൽ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ അതാണ് അതിൻ്റെ ഒരു പരുവം. ഇപ്പോൾ അത് നന്നായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അത് പുട്ടുകുറ്റിയിൽ തന്നെ ആവി കയറ്റി എടുക്കാം. അതിനായിട്ട് ഞാൻ പുട്ടുകുറ്റിയിലേക്ക് ആ ചില്ലിട്ട് കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് പുട്ട് ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. എന്നിട്ട് നമ്മൾക്ക് ഈ ഒരു കൂട്ട് അതിലേക്ക് വാരി വെച്ച് നടുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നടുക്കിടുന്നില്ല, അവസാനമാണ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഇത് വെന്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ. എന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് തേങ്ങ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ വെച്ച് കൊടുത്തു. ഞാൻ കുക്കറിലാണ് ഇത് വയ്ക്കുന്നത്. അതിനായിട്ട് കുക്കറിൻ്റെ ഇതുപോലെ കുറച്ച് വെള്ളം കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അതടച്ചതിന് ശേഷം ആ നോബിലാണ് ഞാൻ പുട്ട് മേക്കർ വയ്ക്കുന്നത്. ഗ്യാസ് കത്തിച്ച് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ആ പുട്ട് മേക്കർ ആ നോബിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിലൂടെ ഗ്യാസ് ഒന്നാണല്ലോ നമ്മളുടെ പുട്ട് ശരിക്കും വെന്ത് കിട്ടുന്നത്. ഇത് പുട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഇത് അല്ലാതെ ഉണ്ടോ. ഇപ്പം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പുട്ടിടുന്ന പോലെ ഇടണമെന്നുമില്ല. ഈ ഒരു രീതിയിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ നമുക്കത് പൊടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. ഇതൊന്ന് കഴിച്ചു നോക്കണം മക്കളെ, നല്ല ടേസ്റ്റാണ്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു കറിയും വേണ്ട. കണ്ടോ, വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങളിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും. കാരണം ഉണ്ടാക്കാനും എളുപ്പം, കഴിക്കാനും ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമില്ല. അങ്ങനെ നമ്മളുടെ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഓക്കെ.